സത്യത്തിൽ ആരാണ് ഈ രേണുസുതി? അവർക്ക് തലവേദനയാണ് അവർക്ക് വീട്ടിലിരുന്നാൽ പോലെ. എന്തിനാണ് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കാൻ അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? അവർക്ക് ബിഗ് ബോസിൽ വന്നിട്ട് തലവേദനയാണ്. എന്തൊടുക്കത്തെ അഭിനയമാണ്. നെഗറ്റീവ് രീതിയിൽ എങ്ങനെ ഫേമസ് ആകാം എന്നുള്ളതിൽ ഗവേഷണം അല്ലെങ്കിൽ PhD ചെയ്ത ഒരു പുള്ളിക്കാരത്തിയാണ് രേണുസുതി എന്ന് പറയുന്ന ആൾ. കാരണം അവർക്കറിയാം നെഗറ്റീവിൽ തൊട്ട് കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ 4 ആൾക്കാർ അറിയും. പെട്ടെന്ന് 4 ആൾക്കാർ അറിയണമെങ്കിൽ അതാണൊരു മാർഗ്ഗമെന്ന് വിചാരിച്ച ആളാണ് അവർ. അങ്ങനെ നെഗറ്റീവിൽ പിടിച്ചതുകൊണ്ട് മാത്രമാണ് അവർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പരിപാടിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയത് തന്നെ. എന്നിട്ട് അവിടെ വന്നിട്ട് വീണ്ടും തമാറ് പടാറ് അടി ഇടി പൂരം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്ത് നാടകം! ഇവർക്ക് വല്ല നാടകം KPCC പണ്ടത്തെ വല്ല നാടകത്തിൽ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ വല്ല നല്ല നടിക്കുള്ള അവാർഡും കിട്ടുമായിരുന്നു. അത്രയ്ക്ക് മാത്രം കാണിച്ച് കൂട്ടുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്നാ പറയുന്നത്, പുഷ്പയ്ക്കകത്ത് മറ്റേ അല്ലു അർജുൻ പറഞ്ഞൊരു ഡയലോഗും അങ്ങോട്ടങ്ങ് കാച്ചിട്ട് അവിടെ ഇരുന്ന് കരച്ചിൽ പിഴിച്ചിൽ മൂക്ക് ചീറ്റൽ. എന്ത് പൊന്നെ, എന്തൊക്കെയല്ലേ. സത്യത്തിൽ ഈ പ്രായമായ ആൾക്കാരുണ്ട്, അച്ഛനമ്മമാരൊക്കെ ഉള്ളവർ, അവർക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഈ രേണുസുതി എന്ന് പറഞ്ഞ ആളെ അറിയത്ത് പോലും ഇല്ലായിരിക്കും. റിമോട്ട് എടുത്ത് TV അറിയാണ്ട് ഇങ്ങനെ മാറ്റി നോക്കുമ്പോഴത്തേക്കും ഈ ബിഗ് ബോസ് എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സാധനം കാണുമ്പോൾ അങ്ങനെയായിരിക്കും അവർ അറിയുന്നത് തന്നെ ഇയാളെ രേണുസുതി എന്ന് പറയുന്ന ആളെ തന്നെ. കാരണം അവരൊന്നും മൊബൈൽ കാണുന്നില്ലായിരിക്കുമല്ലോ. അത്രയും നല്ല വലിയൊരു കലാകാരൻ്റെ പേര് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പുള്ളിക്കാരത്തിയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് മാത്രം ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ആൾ ഈ ഒരു പുള്ളിക്കാരത്തിയെ കൊണ്ട്, ഈ ഒരു രേണുസുതി എന്ന് പറയുന്ന ആളെ കൊണ്ട് അത്രയ്ക്ക് മാത്രം നാണക്കേട് അനുഭവിക്കുന്നുണ്ടായിരിക്കും. നല്ലൊരു കലാകാരനായിരുന്നു അത്. പക്ഷേ ഇവർ കാരണം ഇങ്ങനെയായി പോയി. ഇനി എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് കണ്ടറിയാം.